ഇന്നലത്തെ കളി രാജസ്ഥാൻ തോറ്റാലും എല്ലാവരും പുകഴ്ത്തി പാടുന്നത് സഞ്ജുവിന്റെ ബാറ്റിങ്ങിനെ പറ്റിയാണ്. അതുപോലത്തെ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് സഞ്ജു ഇന്നലെ പുറത്തെടുത്തത്. 86 റൺസാണ് സഞ്ജു അടിച്ചു കൂട്ടിയത്. സഞ്ജുവിന്റെ ഓരോ സിക്സും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. സഞ്ജുവിന്റെ കളി കാണാൻ തന്നെ വളരെ രസമായിരുന്നു. ഇപ്പോഴത്തെ ഇന്നലത്തെ സഞ്ജുവിന്റെ ബാറ്റിംഗ് കണ്ട് സേവാഗ് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജസ്ഥാൻ ടീമിനെ ചതിയിലൂടെയാണ് ഇന്നലെ കളി തോൽപ്പിച്ചത്. സഞ്ജുവിനെ മനഃപൂർവ്വം ഔട്ടാക്കി. സഞ്ജുവിൻ്റേത് 6 ആയിരുന്നു. എന്തായാലും ഇന്നലെ കളി കണ്ട ശേഷം സേവാഗ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: സഞ്ജുവിൻ്റെ പ്രതിഭയ്ക്ക് മുന്നിൽ ഞാൻ തലകുനിക്കുന്നു. അതുപോലത്തെ കളിയാണ് അവൻ കാഴ്ചവെക്കുന്നത്. സഞ്ജു വേൾഡ് കപ്പിൽ ഉള്ളതാണ് എനിക്ക് ആകെ കൂടിയുള്ള വിശ്വാസം. സഞ്ജു ഉണ്ടെങ്കിൽ ഇന്ത്യ കപ്പ് നേടുമെന്നത് ഉറപ്പാണ്. സഞ്ജുവിനെ വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ മെയിൻ കീപ്പറാക്കണം. ഇതുപോലത്തെ ഒരു താരത്തെ ഇറക്കിയില്ലെങ്കിൽ അതിൻ്റെ നഷ്ടം BCCI തന്നെയാണ്. സഞ്ജുവിൻ്റേത് ഇന്നലത്തെ ഔട്ടല്ലായിരുന്നു, അത് 6 ആയിരുന്നു. സഞ്ജു കളി ജയിപ്പിക്കുമെന്നായിരുന്നു ഞാൻ കരുതിയത്. എന്നാൽ അമ്പയർമാരുടെ തെറ്റായ തീരുമാനങ്ങളാണ് സഞ്ജുവിനെ ഔട്ടാക്കിപ്പിച്ചത്. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇനി അമ്പയർമാർ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സഞ്ജുവിൻ്റെ സെഞ്ചുറിയാണ് അവിടെ നഷ്ടപ്പെട്ടത്. അതുപോലെ രാജസ്ഥാന്റെ വിജയവും. സഞ്ജുവിൻ്റെ ചില ഷോട്ടുകൾ മികച്ചതാണ്. ഞാൻ പണ്ട് കളിക്കാറുള്ളത് പോലെയാണ് സഞ്ജു കളിക്കുന്നത്. ഞാനും ഇപ്പോൾ സഞ്ജുവിൻ്റെ ഫാനാണ്. സഞ്ജു തുടർന്നുള്ള മാച്ചിലും ഇതുപോലെ തന്നെ കളിക്കട്ടെ എന്ന് സേവാഗ് വ്യക്തമാക്കി. രാജസ്ഥാൻ ആരാധകർ നിരാശയിലാണ്. രാജസ്ഥാൻ പ്ലേ ഓഫിൽ എത്തിയെങ്കിലും ഇന്നലത്തെ സഞ്ജുവിൻ്റെ ഔട്ടാണ് എല്ലാവരെയും നിരാശരാക്കിയിരിക്കുന്നത്. സഞ്ജു ഔട്ടായിട്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് സഞ്ജുവിനെ ചതിച്ച് പുറത്താക്കിയതാണ്. അതിലാണ് ആരാധകർക്ക് വിഷമമായിരിക്കുന്നത്. എന്തായാലും രാജസ്ഥാൻ ടീം 2 കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. ആരൗട്ടായാലും സഞ്ജു മാത്രം മതി രാജസ്ഥാൻ ടീമിനെ മുന്നോട്ട് നയിക്കുന്നത്. സഞ്ജുവിൻ്റെ ഒറ്റയാൾ പോരാട്ടമാണ് രാജസ്ഥാൻ ടീമിന് ഇന്നലെ മികച്ച റൺസ് സമ്മാനിച്ചത്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.